ലോകമേ കാണൂ, ഭാരതമേ കാണൂ, കടന്നു വരൂ ഈ കേരളത്തെ കാണാൻ. ആ സമുജ്വലമായ മുന്നേറ്റത്തിന്റെ നിമിഷങ്ങളിൽ കോട്ടയം അക്ഷരനഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ദിവസമായി ഇന്ന് ഉജ്ജ്വലമാക്കി വികസിപ്പിക്കാൻ ഇവിടെ എത്തിയ LDF-ന്റെ പ്രിയ നേതാക്കൾ, സഖാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും CPIM-ന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സൗപർണിക ടാൻസൺ വളരെ എഴുന്നേറ്റ്. ഇവൾ മൾട്ടി ലിംഗ്വൽ സിംഗറാണ്, ബഹുഭാഷാ ഗായികയാണ്. സൗപർണിക ടാൻസൺ CMS കോളേജിൽ 2ാം വർഷ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദ വിദ്യാർത്ഥിയാണ്. 200-ൽ പരം ഭാഷകളിലാണ് അവൾ പാടുന്നത്. നിറഞ്ഞ ആദരവോടെ ഈ കയ്യടി പോരാ, മനം നിറഞ്ഞത് കയ്യടിച്ച്. കോട്ടയംകാർ കയ്യടിയുടെ കാര്യത്തിൽ പുറകിലാണെന്ന പരാതി, അത് പരിഹരിക്കപ്പെടണം. നമുക്ക് അഭിമാനമാണ് ഇവൾ, നമ്മുടെ പ്രിയപ്പെട്ട സൗപർണിക ടാൻസൺ. ടാൻസൺ എന്ന് പറഞ്ഞാൽ അവളുടെ പിതാവ് കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗമാണ്, കലാകാരനാണ്, നാടകപ്രവർത്തകനാണ്. ആ നിലയിലെല്ലാം തന്നെ കോട്ടയവും കേരളവും ആദരിക്കുന്നയാളാണ്. ഇപ്പോൾ നിരവധി വേദികളിൽ കുട്ടി ഗസലുകളും വിദേശ ഭാഷകളും ഉൾപ്പെടുത്തി വെസ്റ്റേൺ ബാൻഡ് നിർവഹിക്കുന്നു. ആ പ്രവർത്തനത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അനിൽകുമാറിനൊക്കെ നേരത്തെ അറിയാം. ഇവൾക്ക് അക്ഷരനഗരിയുടെ ഈ സ്നേഹക്കൂട്ടായ്മയുടെ ഒരു ഉപഹാരം നമ്മൾ നൽകുകയാണ്. അതിന് തൊട്ടടുത്ത നിമിഷം അവളൊരു പാട്ടും പാടും. ഇവിടെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യം മാത്രമല്ല, കൂടുതൽ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇവിടെ ചരിത്രം നിയോഗിച്ചിട്ടുള്ള കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ന് കേരളത്തോട്, ലോകത്തോട് പറഞ്ഞത് നമ്മുടെ അഭിമാനത്തിന്റെ ദിനമായി ഒരു നവകേരളത്തിന്റെ സൃഷ്ടിയിൽ ഒന്നാമതായി നിൽക്കുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അതോടൊപ്പം തന്നെ മന്നത്ത് പത്മനാഭനും AKGയും EMSും ഒക്കെ നടന്ന് സഞ്ചരിച്ച ഓരോ ദൗത്യങ്ങളുണ്ടായിരുന്നു. ആ ദൗത്യങ്ങളിലെ ആ ശ്രേണിയിലാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം. അതിനെ വൈജ്ഞാനികമായ കേരളത്തിന്റെ ഉന്നതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിദേശത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിട്ടുള്ളവരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അവർക്കിപ്പോ വിദേശത്ത് കിട്ടുന്ന തുക ഇവിടെ കിട്ടി, ശമ്പളം കിട്ടി, നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം ഒരു വികസിത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമാനമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026-ൽ വീണ്ടും ഒരു തുടർഭരണം നമ്മുടെ കേരളത്തിൽ സാധ്യമാക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, കഴിഞ്ഞതിനേക്കാൾ 2021-നേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കവും ആർക്കും വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.
പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സഖാവ് അഡ്വക്കേറ്റ് അനിൽകുമാർ സഖാവിനുള്ള ഏറ്റവും വലിയ സഖാവിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ പ്രിയപ്പെട്ട സഖാക്കൾ ഓരോരുത്തരായി ഞാൻ പറയുന്നില്ല, വി ശശികുമാർ അടക്കം, സാബു മുരിക്കവേലി, അനന്തപുരം അടക്കം പ്രിയപ്പെട്ട സഖാക്കൾ എല്ലാവരും വേദിയിലുണ്ട്.